ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി ആ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ആ ചടങ്ങുകളുടെ യജമാനനായി വേണ്ട അനുജ്ഞ നൽകുക എന്നതാണ്. ഇത് ഏതാണ്ട് ഒരു യജ്ഞത്തിന് തുല്യമായ കർമ്മമാണ്. യജ്ഞമെന്ന ഒരു യാഗത്തിന് തുല്യമായ കർമ്മമാണ്. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നത് ഒരു യാഗമാണ്. ആ യാഗത്തിലെ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതിന്റെ ചടങ്ങുകൾ അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. അദ്ദേഹത്തെ യജമാന സ്വഭാവത്തിലുള്ള യജ്ഞാചാര്യനായി ഇരുത്തിയിരിക്കുന്നു. ശംഖ് മുഴക്കി മംഗളവാദ്യങ്ങളൊക്കെ മുഴക്കി അദ്ദേഹത്തെ അതിന് അനുമതി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പുരോഹിതർ ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന കാശിയിലെ പ്രശസ്തനായ വേദ പണ്ഡിതനാണ് ആ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതിനെ ആ ദൃശ്യങ്ങളിൽ കാണാം. അത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ യജ്ഞ മണ്ഡപത്തിൽ എന്ന് നമുക്ക് പറയാം ക്ഷേത്ര ശ്രീകോവിലാണ് ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മേഖല ക്ഷേത്ര ശ്രീകോവിലാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ ക്ഷേത്ര ചടങ്ങുകൾ കഴിഞ്ഞാൽ മുഖ്യ പൂജാരിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യ പൂജാരിക്കും അദ്ദേഹത്തെ സഹായിക്കുന്ന പരികർമ്മികൾക്ക് മാത്രമാണ് സാധാരണ പ്രവേശനമുള്ളത്. ഇവിടെ പ്രധാനമന്ത്രിയാണ് ആ യജ്ഞശാല എന്ന് നമുക്കിപ്പോൾ പറയാവുന്ന ആ യജ്ഞശാലയിൽ ക്ഷേത്ര ശ്രീകോവിലിലേക്ക് അവിടെ ഈ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് യജമാന ഭാവത്തിൽ നിലനിൽക്കുന്നത്. വൈദിക വിധി പ്രകാരം യജമാനനാണ് ഇനി എല്ലാ ചടങ്ങുകൾക്കും ഇവിടെ നടക്കുന്ന അതായത് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അനുജ്ഞ നൽകുന്നത്. അദ്ദേഹത്തിന്റെ അനുജ്ഞ വാങ്ങിയ ശേഷമാണ് ഇനി അവിടെ അഭിഷേകവും അർച്ചനകളും നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂജാദ്രവ്യങ്ങൾ നൽകുന്നുണ്ട്. ആ പൂജാദ്രവ്യങ്ങൾ ഈ പുരോഹിതർ ആചാര്യൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആ പൂജാദ്രവ്യങ്ങൾ നിക്ഷേപിക്കണം. അങ്ങനെയാണ് ആ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തികച്ചും വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ സമയത്ത് ആ ക്ഷേത്രത്തിനുള്ളിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇടമുണ്ടാവുകയുള്ളൂ. അവരാണ് ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും അതിൽ പ്രത്യേക ചുമതലകൾ നൽകുകയും ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് അവിടെ ഈ സമയത്ത് അനുവാദം ഉണ്ടായിരിക്കുക. അവരുടെ അനുമതിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന യജമാനന്റെ അനുമതിയോടുകൂടി ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സമയം 12:19 ആയിരിക്കുന്നു. ഇനി കേവലം 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ പ്രാണപ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കും. പ്രാണപ്രതിഷ്ഠ നമുക്കറിയാം കൃഷ്ണശിലയിൽ തീർത്ത കറുത്ത ശിലയിൽ തീർത്ത ബാലരൂപനായ ശ്രീരാമന്റെ വിഗ്രഹത്തിലേക്ക് ക്ഷേത്ര ചൈതന്യത്തെ അല്ലെങ്കിൽ ഈ ദേവചൈതന്യത്തെ സന്നിവേശിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതും തികച്ചും താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു കർമ്മമാണ്, താന്ത്രിക കർമ്മമാണ്. ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടവർക്ക് അത് കുറെ കൂടി വേഗത്തിൽ മനസ്സിലാക്കും. ഒരു പ്രതിഷ്ഠ എന്നാൽ ഒരു ജീവന്റെ സ്ഫുലനം സംഭവിക്കുന്ന ഒരു ക്രിയയാണ്, ഒരു വൈദിക ക്രിയയാണ്. അങ്ങേയറ്റം യജ്ഞഭാവേന ചെയ്യേണ്ടതാണ്. ഇത് ആ ക്ഷേത്രാങ്കണത്തിൽ ക്ഷണിക്കപ്പെട്ട ആളുകളുടെ വലിയ സദസ്സിനെ നമുക്ക് കാണാം. 7000-ഓളം ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അവർക്ക് പുറത്തുനിന്ന് അത് കാണുന്നതിനുള്ള അവസരമുണ്ട്. ഈ ചടങ്ങുകൾ ഏതാണ്ട് 12:55 പൂർത്തിയായ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തെത്തി ആ ക്ഷേത്രാങ്കണത്തിലെത്തിയവരോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഇന്ന് അവരോട് പറയാൻ പോവുക? ഈ കഴിഞ്ഞ 11 ദിവസം ഏതാണ്ട് ഒരു വ്രതം എന്ന മട്ടിൽ തന്നെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പ്രധാനമന്ത്രി ജീവിച്ചത്. ആ വ്രതാനുഷ്ഠാനങ്ങളുടെ കാലത്തെ ആത്മീയ അനുഭവങ്ങൾ, ക്ഷേത്രങ്ങൾ സന്ദർശിച്ചപ്പോഴുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ ആയിരിക്കാം അദ്ദേഹം അവരോട് പറയുക എന്ന് ഇന്ന് ചില മാധ്യമങ്ങൾ അവരുടെ പ്രതിവാര പരിപാടികളിൽ, പ്രതിവാര കോളങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അതിന് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകളാണ്. നമുക്ക് വിശാലമായ ആ ശ്രീകോവിലിന് സമീപത്തുള്ള വേദി നമുക്ക് കാണാം. രാംലല്ല എന്ന ബാലകരൂപനായ ശ്രീരാമ വിഗ്രഹം ഈ യജ്ഞഭാവത്തിൽ ഇരിക്കുന്നവർക്ക് അഭിമുഖമായി ഉണ്ട്. അവർ അതിലേക്ക് ദേവചൈതന്യം പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള വേദകർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വൈദിക കർമ്മങ്ങളുടെയും യജമാനനായി തന്നെ അവിടെ വർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി ഒരു വൈദിക കർമ്മത്തിൽ യജമാനനായി നിൽക്കുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠയിൽ, വൈദിക കർമ്മത്തിൽ എന്ന് പറഞ്ഞുകൂടെ, ക്ഷേത്ര പ്രതിഷ്ഠയിൽ യജമാനനായി നിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നെവിടെയോ വായിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് സാധാരണ പ്രധാനമന്ത്രിമാർ വരാറില്ല. ഇവിടെ പ്രധാനമന്ത്രി തന്നെ യജമാന ഭാവത്തിൽ ക്ഷേത്രത്തിനകത്ത് ആ ചടങ്ങുകളിൽ ഇരിക്കുകയാണ്. സാധാരണ
വിവിധ യജ്ഞങ്ങൾ നടക്കാറുണ്ട് ക്ഷേത്രത്തിലും ഒക്കെയായി. ആ യജ്ഞങ്ങളിൽ യജമാനനാവുക ആ യജ്ഞാചാര്യൻ തന്നെയായിരിക്കും. യജ്ഞാചാര്യനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയുമായിരിക്കും ഈ യജ്ഞങ്ങളിൽ യജമാനനാവുക. നമുക്കറിയാം പല യജ്ഞങ്ങൾ ഇപ്പോൾ ആ യജ്ഞങ്ങളുടെ അവസാനം ആ യജ്ഞത്തിന്റെ വേദിയിൽ നിന്നുള്ള വിളക്ക് അതൊരു കിടാവിളക്കായി ആ യജമാനന്റെ വസതിയിൽ സൂക്ഷിക്കുക എന്നതാണ്. നമുക്കറിയാം വൈദിക പാരമ്പര്യമുള്ള ചില വീടുകളിൽ അത്തരം കിടാവിളക്കുകളുണ്ട്. അത് യജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞാർപ്പണത്തിന് സമയത്തുണ്ടാകുന്ന വിളക്കാണ്. ആ തിരി പിന്നീട് അണയാൻ കഴിയില്ല. അടുത്ത വേദകാലത്ത് അടുത്ത യജ്ഞകാലത്തൊക്കെ ആ വിളക്ക് അങ്ങനെ തെളിഞ്ഞു നിൽക്കണമെന്നാണ് ആ സങ്കല്പം. ആ നിലയ്ക്കൊക്കെയാണ് യജ്ഞങ്ങൾ ക്രമീകരിക്കാറുള്ളത്. ഇതും ഏതാണ്ട് യജ്ഞത്തിന് സമാനമാണ്. നമുക്ക് ആ വിഗ്രഹത്തിന്റെ ശിരസിലെ കിരീടം കാണാം, പുറത്തു നിന്നുള്ള അതിന്റെ പിറകിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്, ഉത്തർപ്രദേശിലെ ഗവർണർ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുണ്ട്, RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഉണ്ട്, അങ്ങനെ ഈ വേദപണ്ഡിതന്മാരുണ്ട്, ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന വേദപണ്ഡിതനുണ്ട്. ഇപ്പോൾ 12:23 ആയിരിക്കുന്നു. കേവലം 7 മിനിറ്റുകൾ മാത്രമേ ഇനി ആ യജ്ഞത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ളൂ. 84 സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠയുടെ ആകെ ദൈർഘ്യം. 84 സെക്കൻഡ് കൊണ്ട് ആ പ്രാണപ്രതിഷ്ഠ അതിലെ ദേവചൈതന്യത്തെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചടങ്ങ് അവസാനിപ്പിക്കണം. 84 സെക്കൻഡാണ് ഇന്നത്തെ ദിവസത്തെ അഭിജിത്ത് മുഹൂർത്തം എന്നാണ് ജ്യോതിഷികൾ ഈ ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന് നൽകിയിരിക്കുന്നത്. ആ ട്രസ്റ്റ് നൽകിയിരിക്കുന്നത് അനുസരിച്ച്, ആ തീർത്ഥ ട്രസ്റ്റ് നൽകിയ വിവരം അനുസരിച്ച്, എഴുതി നൽകിയതനുസരിച്ചുള്ള പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ആ യജ്ഞവേദി അല്ലെങ്കിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന വേദി മാറാൻ പോവുകയാണ്. രാംലല്ലയുടെ സമീപത്ത് തന്നെ മറ്റ് വിഗ്രഹങ്ങളുണ്ട്. നേരത്തെ രാംലല്ല എന്നത് ബാലകരൂപനായ രാമന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു. ആ രാംലല്ലയ്ക്കാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന്, ആ രാംലല്ലയുടേതാണ് ആ ഭൂമി എന്ന സുപ്രീം കോടതി, അലഹബാദ് ഹൈക്കോടതി ഉത്തരവ്, പിന്നീട് സുപ്രീം കോടതി അത് വിശദമായ വാദത്തിന് ശേഷം ശരിവെക്കുകയും ഒക്കെ ചെയ്തത്. ആ രാംലല്ല, പഴയ രാംലല്ല, ഇനി നമ്മളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ശീവേലി വിഗ്രഹമായി അല്ലെങ്കിൽ ഉത്സവകാലത്ത് എഴുന്നള്ളക്കുന്ന വിഗ്രഹമായി ഉപയോഗിക്കും. പ്രധാന പ്രതിഷ്ഠയായി പുതിയ രാംലല്ല കറുത്ത ശിലയിൽ കർണാടകയിൽ നിർമ്മിച്ച ആ കറുത്ത ശിലയിൽ നിർമ്മിച്ച ആ വിഗ്രഹമായിരിക്കും ഇനി ബാലകരൂപനായ രാമൻ, അതായിരിക്കും അയോധ്യയിലെ പ്രതിഷ്ഠ. നേരത്തെ കൗസല്യയുടെ മടിയിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന വളരെ ചെറിയ രൂപം ആയിരിക്കണം അവിടെ വേണ്ടത് എന്നൊരു അഭിപ്രായം ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല. താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും